നമസ്കാരം. ഞാൻ ബാബുരാജ്. ഞാൻ ശങ്കരനാരായണൻ. നമ്മള് പെരിന്തൽമണ്ണ അടുത്ത് പെരിന്തൽമണ്ണ ചെർപ്പശ്ശേരി റോഡില് ഒലിങ്കര എന്ന സ്ഥലത്തുള്ള സ്റ്റീൽ വേൾഡ് എന്ന സ്ഥാപനമാണത്. നമ്മള് മറ്റു ഫാബ്രിക്കേഷൻ വർക്കാണ് ചെയ്യുന്നത്. അതായത് ഗേറ്റ് ഗ്രില്ല്, റൂഫ് വർക്ക്, ഷട്ടറിന്റെ അങ്ങനെയുള്ള വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക്, ഷട്ടർ വർക്ക്, അതുപോലെ കാർ പോർച്ച്, സീലിംഗ് വർക്ക്, സിംഗിൾസ്, അങ്ങനത്തെ വർക്കുകളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ നിലവില് ഒരു 25 വർഷത്തോളം നമുക്ക് എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുണ്ട്. ഇപ്പോ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് നമ്മളൊരു 10-16 വർഷത്തോളം ആയി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. 1999 കാലഘട്ടത്തില് ഞങ്ങള് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ചതാണ്. ആ രീതിയിൽ ഒരുമിച്ച് വന്ന് ഇപ്പൊ ഒരു 16 വർഷത്തോളം ഈ സ്ഥാപനം ഇട്ടിട്ട് നമ്മളെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മളെ പെരിന്തൽമണ്ണ ജൂബിലി റോഡിന്റെ അവിടെ ഉള്ള നേഹ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമുണ്ട്. അപ്പൊ അവിടെ നമ്മള് ഏകദേശം ഒരു 8-9 വർഷത്തോളം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മളെ സ്റ്റാർട്ടിങ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 4-4.5 വർഷത്തോളം ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് ഇവിടെ ഈ സ്ഥാപനം. തുടങ്ങിയ സമയത്ത് ഞങ്ങള് 4 പേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ ഒരു 10 പേര് ഞങ്ങൾക്ക് സ്റ്റാഫുമായിട്ട് ഉണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കൂട്ടുന്നു. ഞങ്ങളുടെ ഈ കൂടിച്ചേർന്നുള്ള ഈ പ്രവൃത്തിയാണ് അതിന് ഞങ്ങൾക്ക് പ്രചോദനം തന്നിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാല് കുട്ടിക്കാലം മുതൽ ഒരുമിച്ചുള്ളതാണ്. സ്കൂളിൽ പഠനകാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന ആളുകളാണ്. അപ്പൊ അത് കാരണം നമുക്ക് ഈ ഒരു ഫീൽഡിലും നമുക്ക് ഒരുമിച്ച് പോകാന്നുള്ള രീതിക്ക് അങ്ങനെ മുന്നോട്ട് വന്നതാണ്. രണ്ടുപേരും തുടക്കകാലത്ത് രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, പഠിക്കാൻ പോയിരുന്ന സമയത്തൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ നമുക്ക് പണ്ടത്തെ അപേക്ഷിച്ച് ധാരാളം മെറ്റീരിയലുകൾ അവൈലബിൾ ആണ്. അത് പണ്ട് കാലത്തൊക്കെ നമുക്ക് സാധാരണഗതിയിൽ ഒരു MS-ന്റെ റൗണ്ട് പൈപ്പുകൾ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മളെ വെൽഡിംഗ് മെഷീൻ ആണെങ്കിലും വെൽഡിംഗ് മെഷീനുകളൊക്കെ പണ്ട് വലിയ മെഷീനുകൾ 2 പേര് തൂക്കി പിടിച്ച് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോ സുഖമായിട്ട് ഒരു കയ്യിൽ തൂക്കി സൈറ്റിലേക്ക് പോവാം. ഏത് വർക്ക് നമുക്ക് അവിടെ സൈറ്റിൽ പോയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു മാറ്റം ഇപ്പൊ നമ്മൾ മെഷീന്റെ അതിൽ കിട്ടി. അതുപോലെ നമ്മളെ മെറ്റീരിയല് നമുക്ക് ഏത് വർക്ക് ചെയ്യണമെങ്കിലും ഏത് രീതിയിലുള്ള മെറ്റീരിയൽ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അത് നല്ലൊരു കാര്യമായിട്ട് നമ്മൾ കാണാൻ പണ്ടത്തെ വെച്ച് നോക്കുമ്പോ നമ്മളൊരു വർക്ക് ചെയ്ത് കണ്ട് ആ വർക്കിന് അത് കണ്ടിട്ടാണ് ഒരുവിധം കസ്റ്റമേഴ്സ് എല്ലാം വരുന്നത്. പിന്നെ നമ്മള് ഇവിടെ റോഡ് സൈഡിലായത് കാരണം അങ്ങനെ റോഡില് നമ്മള് ബോർഡ് കണ്ടിട്ട് അങ്ങനെ കണ്ടിട്ടും ഉണ്ട്. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പരസ്യ കാര്യങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പൊ മൗത്ത് പബ്ലിസിറ്റിന് ഇപ്പൊ ഉള്ളത് ടൈം പീരീഡ് നമ്മളെ ഒരു കസ്റ്റമേഴ്സിന് നമ്മൾക്ക് ഞങ്ങളെ പിന്നെ വെച്ച് നോക്കുമ്പോ നമ്മൾ പറയുന്നത് എങ്ങനെയാ വെച്ചാല് നമ്മൾ ഏകദേശം എല്ലാ സമയത്തേക്ക് നമ്മൾ ഒരു വർക്ക് എടുത്ത് മെഷീൻമെന്റ് എടുത്ത് കഴിഞ്ഞ് നമ്മള് അത് എസ്റ്റിമേറ്റ് എല്ലാം കൊടുത്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ അവര് വർക്ക് ചെയ്യാന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ ഏകദേശം കസ്റ്റമേഴ്സിനോട് ഡേറ്റ് പറയും. അപ്പൊ പരമാവധി ആ ഡേറ്റ് നമ്മൾ കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ദിവസത്തെ വർക്ക് ഉണ്ടെന്നുള്ള അങ്ങനെ ഒരു ഇതും കൊടുത്തിട്ട് ആ ടൈമിൽ പീരീഡിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കാനാണ് ഒരുവിധം നമ്മൾ അങ്ങനെ കഴിയാറുണ്ട്. പിന്നെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചിലപ്പോ 1-2 ദിവസങ്ങൾ ചെറുതായിട്ട് അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കാറുണ്ട്. ഈ സാങ്കേതിക പ്രശ്നം എന്ന് പറയാൻ കാരണം നമ്മുടെ ഒരു വീട്ടിലൊരു അളവെടുക്കാൻ വിളിച്ച് നമ്മളൊരു വർക്ക് തന്നു കഴിഞ്ഞാല് ചെയ്യുന്ന സമയത്ത് അടുത്ത് അതിന് ചാരിയിട്ട് തന്നെ ഇല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ എന്തെങ്കിലും അഡീഷണൽ വർക്ക് നമ്മൾ ഏർപ്പാടാക്കും. ആ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 2 ദിവസത്തെ വർക്ക് അഡീഷണൽ വരും. അപ്പൊ നമുക്ക് രണ്ടാമത്തത് പറഞ്ഞ ഡേറ്റിലേക്ക് നമുക്ക് 2 ദിവസം സാവകാശം കഴിഞ്ഞിട്ട് നമ്മൾ എത്താറുള്ളൂ. അങ്ങനെ വരുമ്പോ കസ്റ്റമർ ചോദിക്കുന്നതാണ് നമ്മള് 2 ദിവസം ലേറ്റായി. ആ വീട്ടിലും അതുപോലെ നമ്മള് വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിച്ചു കൊടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് നമ്മൾ നീങ്ങി പോകാറുള്ളൂ. നമ്മളെ ഒരുവിധ വർക്കുകളൊക്കെ അങ്ങനെയാണ്. ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സൈറ്റിലേക്ക് പോവുക. അപ്പൊ പരമാവധി നമ്മൾ അങ്ങനെ സെറ്റ് ആക്കി കൊടുക്കാം. പക്ഷെ നമ്മളെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അതിൽ പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ നമ്മളെ ടൈം നമ്മളെ ഒരു പറഞ്ഞ സമയത്തിന് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർ അവരുടെ പബ്ലിസിറ്റി ഉണ്ടല്ലോ, അവര് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ആ സമയത്ത് തീർത്ത് തരുന്നുള്ളൊരു വിശ്വാസം മറ്റുള്ളൊരു പാർട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മള് വർക്കുകൾ മിക്കവാറും വരുന്നത്. അതുപോലെ മെറ്റീരിയൽ ക്വാളിറ്റി നമ്മൾ
അതിൽ ഇമ്പോർട്ടന്റ് കൊടുത്ത ഒരു കാര്യമാണ്. അതായത് വാതിൽ കട്ടളകള്, അതുപോലെ വിൻഡോ ഫ്രെയിം എല്ലാം ടാറ്റയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള അതാണ് ചെയ്യാറുള്ളത്. അത് നമ്മൾ ആളുകൾ ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക ചെയ്യാം. നമ്മള് കമ്പനി ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ നമ്മള് പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ കമ്പനിയായിട്ട് തന്നെ രൂപീകരിച്ചിട്ട് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് കൂടുതൽ വർക്കുകളും കാര്യങ്ങളുമായിട്ട് കൂടുതൽ സ്റ്റാഫുകളൊക്കെ ആയിട്ട് ഒന്നുകൂടി ഡെവലപ്പായി വരും. കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഒരു ദിവസത്തെ അന്നത്തിനും കിട്ടാത്ത രീതിയിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ചേരാൻ വേണ്ടിയുള്ള ഒരു പ്രവണത ഞങ്ങള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളരി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. 12 വർഷമായിട്ട് ഈ കളരി അഭ്യാസം ഉണ്ട്. സ്ഥാപനത്തിന്റെ പേര് കാരണമണ്ണ നെച്ചിൽ അക്കാദമി എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. അതിന്റെ കീഴിൽ ഒരു സ്ഥാപനം കൂടെ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആനമങ്ങാട് ആണ് ആ സ്ഥാപനം. ആനമങ്ങാട് മണലായ റോഡില്. സ്ഥാപനത്തിന്റെ പേര് VKM കളരി എന്നാണ്. നമ്മളെ പഠിപ്പിക്കുന്നത് പൊന്നാനിയുള്ള സുരേഷ് ബാബു ഗുരുക്കളാണ്. കളരി പഠിപ്പിക്കുന്നത് 7 വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് കളരി പഠിപ്പിക്കുന്നത്. ഇപ്പോ ഈ വിദ്യാരംഭത്തിന് ടോട്ടല് 50 കുട്ടികളുടെ മേലെ കളരിയില് പഠിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു കൈത്തൊഴിലായിട്ട് പഠിച്ച് മുന്നേറുകയാണെങ്കിൽ ജീവിതമാർഗത്തിന് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാണ് ഈ മേഖല. അതുപോലെ എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുതിയ ഐഡിയാസും കാര്യങ്ങളും എല്ലാ വർക്കിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് മെമ്മറിയിൽ നന്നായിട്ട് വന്നു പോകുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക് ഒരു ടെക്നോളജി യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റീൽ വെൽഡ് എഞ്ചിനീയർ വർക്ക് ഒലിങ്കര, പെരുന്നമണ്ണ, പോസ്റ്റ്, എരമംഗലം.